വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അങ്ങനെ മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു ചോദ്യവുമായി UDF-ൽ കനത്ത അധികാര വടംവലി തന്നെയാണ് നടക്കുന്നത്. കോഴിക്കോട് മുതലക്കുളത്തും VD സതീശനായി റാലി നടന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെയും VD അനുകൂലികളുടെയും നേതൃത്വത്തിലാണ് ഈ റാലി ഇപ്പോൾ നടക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വിവിധ ശക്തി കേന്ദ്രങ്ങളിലും സതീശനായി പ്രകടനങ്ങൾ നടക്കുമെന്നാണ് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരുന്നത്. അതിലേക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കോഴിക്കോട് മുതലക്കുളത്താണ് VD സതീശനായി ഒരു റാലി തന്നെ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുവിക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും VD അനുകൂലികളുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു റാലി നടക്കുന്നത്. ഇതിനോടകം തന്നെ മറ്റ് നേതാക്കളുടെ പേരിലും ഒക്കെ തന്നെയും മറ്റ് അനുകൂലികളൊക്കെ തന്നെയും ഇത് സംബന്ധിച്ചുള്ള ഇത്തരം പ്രകടനങ്ങളൊക്കെ തന്നെയും നടക്കുകയാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാര വടംവലി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കോഴിക്കോട് നിന്നും ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, എന്തായാലും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു റാലി നടക്കുകയാണ് VD സതീശൻ അനുകൂലികൾ നടത്തുന്നത്. അതിന് പിന്നാലെ ചില സംഘർഷങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? തീർച്ചയായും വിഷ്ണു, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു റാലി നടക്കുകയാണ്. അതായത് VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു റാലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. നാട് നയിച്ചവൻ, അതായത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ടുള്ള ഒരു റാലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പല ഇടങ്ങളിലും ആ രീതിയിലുള്ള റാലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഈ ഒരു കൗണ്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പിസവും അതോടൊപ്പം തന്നെ തമ്മിലുള്ള തമ്മിലടിയും ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതായത് കൃത്യമായി തന്നെ ദേശീയ നേതൃത്വമാണ് അതിൽ ഒരു അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ കേരളത്തിൽ അണികൾ അപ്പോൾ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തമ്മിലുള്ള ഒരു സംഘർഷം അപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ കൂടെ നിൽക്കുന്ന കുറെ ആളുകൾ, നേതാക്കൾ, അതോടൊപ്പം തന്നെ ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്ത് വരുന്നു. നേതാക്കളും അണികളും തമ്മിൽ ഇങ്ങനെ വെവ്വേറെ തട്ടിൽ നിൽക്കുന്നു. അതായത് ഇനി കേരള രാഷ്ട്രീയം ഈ 5 വർഷം കാണാൻ പോകുന്നതിന്റെ കൃത്യമായ ഒരു സൂചന തന്നെയാണ് നമുക്ക് ഈ റാലികളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള റാലി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പരസ്യമായി തന്നെ അണികൾ രംഗത്തിറങ്ങുന്നു. അതായത് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ അണികൾ രംഗത്തിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ദേശീയ നേതൃത്വമാണ് UDF-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ദേശീയ നേതൃത്വമാണ് കൃത്യമായി മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള കാര്യത്തിൽ, അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ അടക്കം ഒരു അന്തിമമായ ഒരു തീരുമാനം എടുക്കുന്നത് ദേശീയ നേതൃത്വമാണ്. അത് തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാകും. പക്ഷേ അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു തമ്മിലടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോഴും അനിശ്ചിതമായി തന്നെ തുടരുന്നത്. അതായത് മെയ് 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ 4 ദിവസം പിന്നിട്ടിട്ടും ഇപ്പോഴും കൃത്യമായി മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ അണികൾ വലിയ രീതിയിൽ തന്നെ തെരുവിൽ ഓരോ നേതാക്കളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇപ്പോൾ പരസ്യമായി തന്നെ കോഴിക്കോട് നഗരത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് മറുവശത്ത് വിവിധ നേതാക്കളുടെ പേരിൽ, അല്ലെങ്കിൽ വിവിധ നേതാക്കളുടെ ഭാഗത്തുള്ള അനുകൂലികൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. കോട്ടയം പാമ്പാടിയിലും VD സതീശൻ അനുകൂലികൾ ഇത്തരത്തിൽ പ്രകടനം നടത്തുകയാണ്. കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് അവിടുത്തെ സാഹചര്യം? വിഷ്ണു, പുതുപ്പള്ളി, ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള പാമ്പാടിയിലാണ് ഇപ്പോൾ ശക്തമായ പ്രകടനം VD സതീശൻ അനുകൂലികളുടെ നടക്കുന്നത്. നിലം ഒരുക്കി വിത്ത് വിതച്ചവർ വിളവെടുക്കട്ടെ എന്നുള്ള മുദ്രാവാക്യങ്ങൾ പോസ്റ്ററുകളായി, ബാനറുകളായി എഴുതിക്കൊണ്ട് VD സതീശന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് VD സതീശൻ അനുകൂലികളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പാമ്പാടി ടൗണിലൂടെ പ്രകടനമായി മുന്നോട്ട് നീങ്ങുന്നത്. അത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം അവരുടെ മുദ്രാവാക്യങ്ങളിലുണ്ട്. VD സതീശന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവർ വിളിക്കുന്നുണ്ട്. VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകേണ്ടത്. കേരളം ആഗ്രഹിക്കുന്നത് VD സതീശനെയാണ്. നിലം ഒരുക്കി വിത്ത് വിതച്ച
വി.ഡി. സതീശൻ തന്നെ വിളവെടുക്കട്ടെ എന്നുള്ള പോസ്റ്ററുകൾ ഈ പ്രകടനത്തോടൊപ്പം ഉണ്ട്. ഈ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ പ്രകടനം നടത്തുന്നതൊക്കെ വിലക്കിയിട്ടുള്ള ഒരു പശ്ചാത്തലവുമുണ്ട്. ആ ഒരു വിലക്കിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രകടനം കോട്ടയം നഗരത്തിൽ, കോട്ടയം പാമ്പാടിയിൽ നടക്കുന്നത്. അത് ശക്തമായിട്ടുള്ള പ്രകടനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ ശക്തമായിട്ടുള്ള പ്രകടനമാണ് ഇപ്പോൾ പാമ്പാടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീകളടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് പോര് എത്രത്തോളം ശക്തമാണ് എന്ന് തെളിയിക്കുന്നതായി മാറുകയാണ് ഇപ്പോൾ പാമ്പാടി. തന്നെയാണ്. എന്തായാലും ഒരു വശത്ത് മുഖ്യമന്ത്രിക്കായുള്ള ചർച്ചകൾ നടക്കുന്നു, മറുവശത്ത് ശരിക്കും പറഞ്ഞാൽ ഓരോ നേതാക്കളുടെ പേരിലും ഓരോ അനുകൂലികൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് എത്തുകയാണ്.